നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ പിടിയിലായി. കൊല്ലം ചിതറ സ്വദേശികളായ 3 പേരെയാണ് കടയ്ക്കൽ പാങ്ങോട് തമിഴ്നാട് പോലീസ് സംയുക്തമായി അറസ്റ്റ് ചെയ്തത്. കൊല്ലായിൽ സ്വദേശി 19 വയസ്സുകാരൻ ആഷിഖ് കടയ്ക്കൽ പോലീസിലും, കൊല്ലായിൽ കിളിത്തട്ട് സ്വദേശി സജിത്ത് പാങ്ങോട് പോലീസിലും, തുമ്പമൺതൊടി സ്വദേശി 20 വയസ്സുകാരൻ മുഹമ്മദ് ഹാരിസ് റഹ്മാൻ തമിഴ്നാട് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികളാണ്. തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ 2 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 2 ആഡംബര ഇരുചക്ര വാഹനങ്ങൾ പ്രതികൾ മോഷ്ടിച്ചു കൊണ്ടുവന്നിരുന്നു. മോഷണ ബൈക്കിൽ കടയ്ക്കൽ കാഞ്ഞിരത്തമ്മൂട്ടിലെത്തിയ പ്രതികൾ പകൽ വീടിന് സമീപം ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റ് മോഷണം നടത്തുകയും തുടർന്ന് അമിത വേഗതയിൽ പോയ പ്രതികൾ ചിതറ അമ്പലമുക്ക് സ്വദേശികൾ സഞ്ചരിച്ച കാറിലിടിക്കുകയും ചെയ്തു. തുടർന്ന് നിലത്ത് വീണ ബൈക്ക് നിവർത്തി അമിത വേഗതയിൽ ഓടിച്ചുപോയി. കാറിന്റെ ഉടമ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി. ബൈക്ക് കണ്ടെത്തുവാൻ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ബൈക്കിന്റെ കേടുപാടുകൾ പരിഹരിക്കുവാനെത്തിയപ്പോഴാണ് ആഷിക്ക് പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബൈക്ക് തമിഴ്നാട്ടിൽ നിന്നും മോഷണം നടത്തിയതാണെന്ന് കണ്ടെത്തിയത്. ബൈക്ക് മോഷണത്തിന് തമിഴ്നാട്ടിൽ കേസെടുത്ത പോലീസ് CCTV കേന്ദ്രീകരിച്ച് കുളത്തൂപ്പുഴ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് പ്രതി ബൈക്കുമായി കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായതായി അറിയുന്നത്. ഇവർ 3 പേരും സുഹൃത്തുക്കളും നിരവധി കേസിലെ പ്രതികളുമാണ്. കടയ്ക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത റബ്ബർ ഷീറ്റ് മോഷണ കേസിലെ പ്രതികളാണ് ആഷിഖ്, സജിത്ത്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിൽ പ്രതികളാണ് ഇവർ 3 പേരും. നിലവിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ സജിത്ത് പോക്സോ കേസിൽ പിടിയിലാണ്. റബ്ബർ ഷീറ്റ് മോഷണ കേസിൽ ആഷിഖ് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലുമാണ്. ബൈക്ക് മോഷണ കേസിൽ ഹാരിസ് റഹ്മാനെ തമിഴ്നാട് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. ഹാരിസ് റഹ്മാൻ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോക്സോ കേസിൽ പ്രതിയാണ്. തമിഴ്നാട്ടിൽ നിന്നും 2 ബൈക്കുകളാണ് സംഘം മോഷ്ടിച്ചത്. മുമ്പും സമാനമായ നിരവധി കേസുകളിലെ പ്രതികളാണ് ഇവർ 3 പേരും.